ഇന്ന് വരെയുള്ള PSC എക്സാം ഞാൻ എഴുതിയിട്ട് 40 മാർക്കിൽ കൂടുതൽ കിട്ടുന്നില്ല. 40-45 വരെ മാക്സിമം പോകുന്നുള്ളൂ. അതിൽ കൂടുതൽ കിട്ടുന്നില്ല. അതിനെന്തായിരിക്കും കാരണം എന്ന് നോക്കാൻ വേണ്ടി ഞാനിന്ന് ഫുള്ള് ഈ 7 വർഷമായി ഞാൻ PSC എക്സാം എഴുതുന്നു. അതിൽ കുറേ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ടും 40 കിട്ടുന്നില്ല. 40 കിട്ടുന്നുള്ളൂ. അതെന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സെൽഫ് അനാലിസിസ് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ VFA, ബേക്കോ, LDC എല്ലാം എഴുതുന്നുണ്ട്. എല്ലാ എക്സാംസും എഴുതുന്നുണ്ട്. എങ്കിലും ഈ ഒരു വർഷം കൂടി ഉള്ളൂ എനിക്ക് എക്സാം എഴുതാൻ. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഞാനൊരു സെൽഫ് അനാലിസിസ് എടുത്തത്. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല സ്കോർ കിട്ടി നല്ല റാങ്ക് നേടിയേ തീരൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെൽഫ് അനാലിസിസ് നടത്തിയത്. നോക്കാം. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോഴൊക്കെ ഞാൻ ടോപ്പറായിരുന്നു. ടോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടോപ്പറൊന്നുമല്ല, എല്ലാം 5ാമത്തെ റാങ്കിൽ, എല്ലാത്തിലും തന്നെ 1ാം റാങ്ക് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുന്നില്ല, അഞ്ചിനുള്ളിൽ എല്ലായിടത്തുനിന്നും ഉണ്ടായിരുന്നു, റാങ്ക് ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ PSC എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ 7 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി പഠിക്കാത്തതിൻ്റെ ആയിരിക്കാം. അപ്പം അതിൻ്റെ ഒരു സെൽഫ് അനാലിസിസ് നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ടൈപ്പാണ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ആ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും അത് വെച്ച് നമുക്ക് എഴുതാം, നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിന് ഒരുപാട് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഇവിടെ PSCയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ PSC അല്ല, എന്ത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കീവേഡ്സ്, നൗൺസ് ഒക്കെ ഓർത്തിരിക്കണം. അതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ റിവിഷൻ ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും അതും കൺസെപ്റ്റ് അറിയാമെങ്കിൽ എഴുതാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ചിലതിലൊക്കെ വർഷങ്ങൾ വ്യത്യാസപ്പെടുത്തിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെയും വർഷങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അങ്ങനെ പേര്, ചിലപ്പോൾ ഒരു ബുക്ക് എഴുതിയ ആളുടെ പേരൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ വരും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ആ സ്ഥലവും ആ ഒരു വർഷവും ഒക്കെ കാണാതെ പഠിക്കണം. അതിന് റിവിഷൻ ആവശ്യമാണ്. അപ്പം ഒന്നാമത്തെ പ്രശ്നം, എൻ്റെ പ്രശ്നം, ഞാൻ ഫേസ് ചെയ്തത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരുന്നു, അതായത് അക്കാഡമിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. പുറമേ നിന്ന് വരാം. പുറമേ നിന്ന് ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിലും, സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിലും പുറമേ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ഇതേ മോഡലാണ് വരിക. ഇത് പഠിച്ചാൽ നമുക്കതും കിട്ടും, അത് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി, ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ പഠിക്കത്തുള്ളൂ. പിന്നീടാണ് ഞാനൊരു 99% എൻ്റെ പ്രശ്നം ഇതാണെന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം ഒരൊറ്റ ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ ഇതിൽ നിന്നാണ് വരുള്ളൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആ ബുക്ക് പഠിക്കുന്നത്. മാക്സിമം അത് കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അതും കൺസെപ്റ്റും പഠിക്കും, അല്ലാതെ ബാക്കിയുള്ള ആ ബുക്ക് മാത്രമേ പഠിക്കത്തുള്ളൂ. പക്ഷേ ഈ PSC പഠിക്കാൻ ഞാൻ ഇറങ്ങിയപ്പോൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ടെലഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ചാനലുണ്ട്. ടെലഗ്രാമിന് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചാനലുണ്ട്, അല്ലാണ്ട് കറണ്ട് അഫേഴ്സ് എല്ലാത്തിനും ചാനലുണ്ട്. ഇനി അതല്ല, ഇഷ്ടംപോലെ ഉണ്ട്. PSC ഡിഗ്രി ലെവല്, അങ്ങനെ ഇഷ്ടംപോലെ ടെലഗ്രാം ചാനലുണ്ട്. പിന്നെ പെയ്ഡ് കോഴ്സസ് ഉണ്ട്. ഞാൻ തന്നെ എത്രയോ പെയ്ഡ് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പ്രോപ്പറായിട്ട് പോകാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് അവരുടെ കുറ്റമല്ല, എൻ്റെ പ്രശ്നം തന്നെയാണ്. അതെന്താണെന്ന് ഇന്നാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നെ ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഇത് പോരാ, അപ്പോൾ അടുത്തത്, അങ്ങനെ സ്വിച്ച് ചെയ്യും. പിന്നെ ടെലഗ്രാം ചാനലാണെങ്കിൽ ഒരു ടെലഗ്രാം ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓക്കെ ഇത് പോരാ, കുറച്ചുകൂടെ നല്ലത് വേറെ ഉണ്ടാവും. അങ്ങനെ ഓരോന്ന് നോക്കി ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു. ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രോബ്ലം എന്തൊക്കെയാണെന്ന്, എൻ്റെ പ്രോബ്ലംസൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇനി അതിനുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്റ്റഡി മെത്തേഡ്, പഠിക്കുന്ന രീതിയെ മാറ്റണം. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടോപ്പിക് എടുത്തു. ആ ടോപ്പിക്കിൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം എന്താണ്, എവിടെയാണ് നടന്നത്, അതൊരു കഥ പോലെ ഞാൻ പഠിച്ചു. പക്ഷേ PSCക്ക് ആ കഥയല്ല ചോദിക്കുന്നത്. PSC essay അല്ലല്ലോ ചോദിക്കുന്നത്, essay ടൈപ്പ് ക്വസ്റ്റൻ അല്ലല്ലോ വരിക. പക്ഷേ ഞാൻ പഠിച്ചു വെച്ചത്, ഒരു essay എഴുതാൻ പറയുവാണെങ്കിൽ എഴുതാൻ പാകത്തിനാണ് ഞാൻ പഠിച്ചു വെച്ചത്. പക്ഷേ PSC ചോദിക്കുന്ന രീതിയിലുള്ള വർഷം, അതിനകത്തെ ആളുകൾ, പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തലയിൽ നിൽക്കില്ല. അപ്പം അതിൽ ഫോക്കസ് ചെയ്യണം. എൻ്റെ ഫോക്കസ് മൊത്തം ഒരു പുറമെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. അപ്പം PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചിട്ട് ഓരോ ടോപ്പിക്കിനും PSC എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം എന്ന് സ്വന്തമായിട്ട് ചോദിച്ച് അങ്ങനെ ഒരു രീതിക്ക് പഠിക്കാൻ വേണ്ടി, അതായത് കീവേഡ്സ്, വർഷങ്ങൾ, നൗണ്, ഓരോ പെർട്ടിക്കുലർ പേരുകൾ, അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബുക്കിൽ ഒന്നെങ്കിൽ റാങ്ക് ഫയൽ, അല്ലെങ്കിൽ SCRT, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ, അങ്ങനെ ഒരു സബ്ജക്റ്റിന് ഒരെണ്ണം എന്നുള്ള രീതിക്കെങ്കിലും ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് വിശ്വസിച്ച് അതിൽ അങ്ങ് പഠിക്കാൻ തീരുമാനിച്ചു.
അതായത് ഇപ്പം മാത്സിനാണെങ്കിൽ എല്ലാം ഒന്നും അറിയണമെന്നില്ല. അപ്പം ഞാൻ ചിലപ്പം PYQ നോക്കിയിട്ട് അതിലറിയാത്ത മാത്രം യൂട്യൂബിൽ നോക്കാൻ അങ്ങനെ തീരുമാനിച്ചു. പിന്നെ മലയാളത്തിന് ടെലഗ്രാം ചാനൽ, പിന്നെ ഇംഗ്ലീഷിനും ഒരു ടെലഗ്രാം ചാനൽ. മുമ്പ് ഇംഗ്ലീഷിനൊക്കെ 2-3 ടെലഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെന്താ ബാക്കിയുള്ള GK ബുക്ക് നോക്കി പഠിക്കാൻ തീരുമാനിച്ചു. അതിൽ നിന്നും മാറത്തില്ല. ഓക്കെ. പിന്നെ പിന്നെ പെയ്ഡ് കോഴ്സാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അതിൽ മാത്രം അവർ തരുന്ന ആ റിസോഴ്സ് മാത്രം പഠിക്കുക. അപ്പം എക്സ്ട്രാ പഠിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് GK ഒട്ടും അറിയത്തില്ല. അപ്പം GK പഠിക്കാനുണ്ട്. ഞാൻ എല്ലാം പാതി വഴിയിൽ, അതായത് ഞാൻ പറഞ്ഞു വരാം, എൻ്റെ കഥ ഞാൻ അവസാനം പറയാം, അതിൻ്റെ അകത്ത് ഞാൻ പറയാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം GK ഒട്ടും അറിയത്തില്ല. അത് ഞാനൊരു അഭിമാനമായിട്ടല്ല എടുക്കുന്നത്. അപ്പം അതിന് GK പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കാമെന്ന്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം റിവിഷനാണ്. റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക്, ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് നോട്ടൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ട് എഴുതാനും വീഡിയോ കാണാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അത് റിവിഷൻ ചെയ്യുക, ഒന്ന് പേജ് ഒന്ന് മറിച്ച് റിവിഷൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടച്ച് വിട്ട് പോയതുകൊണ്ടായിരിക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം റിവിഷൻ ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് PSC എന്നൊരു തോട്ട് എപ്പോഴും എത്താൻ പാകത്തിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും PSC എന്നൊരു തോട്ട് എത്തിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി. അത് എല്ലാത്തിലും വലുത് കൺസിസ്റ്റൻസി തന്നെയാണ്. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കുമായിരുന്നുവെങ്കിൽ ഈ 7 വർഷമൊന്നും വേണ്ടി വരില്ല. 1-2-3 മാസം നന്നായിട്ട് പഠിക്കുമായിരുന്നുവെങ്കിൽ കിട്ടിപ്പോയേനെ. അപ്പോൾ പോയത് പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റിവിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ച സ്ട്രാറ്റജി ഒന്നുമല്ല. ഒന്നാമത്തെ സെയിം ഡേയിൽ പഠിച്ച കാര്യം ആ ദിവസം വൈകിട്ട് തന്നെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. പിന്നെ 7ാമത്തെ ദിവസം നോക്കുക. പിന്നെ 21ാമത്തെ ദിവസം നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് ട്രൈ ചെയ്യും. പിന്നെ മൈൻഡ് ട്യൂണിങ്ങിൽ ഞാൻ 2 മണിയാവും, കറക്റ്റ് 2 മണിയാവുമ്പോൾ ഒരു PYQ അത് മസ്റ്റായിട്ടും അത് നോക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം മാത്സ് ഒന്നും ഇരുന്ന് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതുവരെയുള്ള മാത്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്യണം. ഇപ്പോൾ തിരക്കെങ്ങാനുമാണ്, പുറത്തെങ്ങാനും ആണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-20 എണ്ണം എങ്കിലും കറക്റ്റ് 2 മണിക്ക് അലാം വെച്ച് തന്നെ തലയെ ഉണർത്തണം. PSC ഉണ്ട് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ചാനലിൽ തന്നെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഓരോ ദിവസത്തെയും ഇടും. അതിൻ്റെ റിവിഷനും ഉണ്ടാവും. അപ്പം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകും എന്നാണ് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ടോപ്പറായിരുന്നു. 7 വർഷമായി PSC പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയില്ല, ഓക്കെ, PSC എഴുതുന്നു എന്ന് പറയാം. പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആയിട്ടുള്ളൂ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാം, ഇപ്പോൾ PSC എക്സാം വരുമ്പോൾ മിക്കവാറും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ യൂട്യൂബ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് കുറേ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറേ പ്ലാനും ഒക്കെ, ഇപ്പം 30 ഡേയ്സ് 40 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് 45 ഡേയ്സ് കൊണ്ട് എങ്ങനെ തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് നോക്കി, പിന്നെ സിലബസ് നോക്കി കുറേ എങ്ങനെ തീർക്കാം എന്ന് പറഞ്ഞൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി വരച്ച്, എൻ്റെ ഒരു ഡയറി ഫുള്ള് തീർന്നു. അങ്ങനെ പ്ലാൻ എഴുതി അങ്ങനെ വരച്ചെല്ലാം സെറ്റാക്കി വെക്കും. പിന്നെ അത് 2-3 ദിവസമൊക്കെ അങ്ങനെ പോവായിരിക്കും. ഓക്കെ. അപ്പം കുറച്ച് ദിവസം അങ്ങനെ പോയി കഴിയുമ്പോൾ അത് ഓവർലോഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ എൻ്റേതായ ഇതിലേക്ക് പതിയെ പോകും, അല്ലെങ്കിൽ വേറെ ചാനൽ നോക്കും. അങ്ങനെ മാറി എക്സാം വരെ പോകും. എക്സാം വന്നു കഴിഞ്ഞപ്പം ഞാൻ അപ്ലൈ ചെയ്ത എക്സാമിലേക്ക് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിനൊരു എക്സാം എഴുതുന്നു, ഓക്കെ, കുഴപ്പമില്ല, പഠിച്ചത് എന്തൊക്കെയോ വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അതിന് കിട്ടുമോ ഇല്ലയോ റിസൾട്ട്, അതിൻ്റെ കട്ട് ഓഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വരുന്നത്, അതുവരെ ഒന്നും പഠിക്കുന്നില്ല. അത് കഴിഞ്ഞൊരു കട്ട് ഓഫ് വരുമ്പോൾ ചിലപ്പം 2-3 മാർക്ക് കുറവായിരിക്കാം കട്ട് ഓഫ്. അയ്യോ, പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ 2-3 മാർക്ക് അതിന് പോയല്ലോ, എല്ലാം ഇങ്ങനെയാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞ് അതവിടെ അടച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴോ പെട്ടെന്നൊരു മോട്ടിവേഷൻ വരികയാണ്. ആ മോട്ടിവേഷൻ വരണമെങ്കിൽ എന്താണ്, വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കണം, കല്യാണം കഴിഞ്ഞില്ലേ, എന്താ സ്വന്തമായിട്ട് പൈസ എടുക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്ത. അവരങ്ങനെ ചോദിക്കത്തില്ല, പക്ഷെ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്ന ഘട്ടങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പം ഓക്കെ, പെട്ടെന്നൊരു മോട്ടിവേഷനാണ്. അന്നേരം വീണ്ടും ബുക്ക് എടുത്ത് വെക്കും. ബുക്ക് എടുത്ത് പഴയതുപോലെ പ്ലാനിങ് ഒക്കെ തുടങ്ങും. അപ്പം മോട്ടിവേഷൻ്റെ ദിവസം, ഇന്നിപ്പോൾ മോട്ടിവേഷൻ കിട്ടിയാൽ ഭയങ്കര ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകും. പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഗ്രാഫ് ഇങ്ങനെ കുത്തനെ താഴെ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ മോട്ടിവേഷൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോയി തീരുമ്പോഴേക്കും പതിയെ പുസ്തകം മടക്കി വെക്കും. പിന്നെ ചിന്തയാണ്, പിന്നെ ആ ഒരു സാധനം മാത്രമേ തലയിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, പ്രൈവറ്റ് ജോലി വല്ലതും നോക്കിയാലോ, അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് നോക്കിയാലോ, പുറത്തു പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഓൺലൈൻ ജോബ് നോക്കിയാലോ,
അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഫാമിലി തന്നെയാണെന്നില്ല കേട്ടോ, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും PSC കിട്ടി എന്ന് പറയുമ്പോഴേക്കും ഓക്കെ അവർക്ക് PSC കിട്ടില്ലോ, സ്കൂളിലൊന്നും എൻ്റെ അത്രയും പോലും മാർക്ക് ഇല്ലാത്ത ആൾ ആയിരിക്കും എന്നോർത്ത് അവർ ആവറേജ് ആണ് അവരെ താഴ്ത്തി പറയുന്നതല്ല കേട്ടോ, ഞാൻ വലിയ സംഭവമാക്കി പറയുന്നതല്ല. അവർക്ക് കിട്ടി, അപ്പം എനിക്കും കിട്ടാവുന്നതാണ്, പക്ഷെ കിട്ടിയില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്തകൾ മൊത്തം. അപ്പോൾ അതോടുകൂടി അത് തീരുന്നു. പിന്നെ അടുത്ത എക്സാം വരുന്നു, ഈ സംഭവം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ 7 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു ബ്രേക്ക് ഇടാൻ ഞാൻ തീരുമാനിച്ചു. ഇനി PSC പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിച്ച് പഠിച്ചത് മാത്രം, അതായത് ഈ PSCൻ്റെ ഒരു അതിൽ ട്രാക്കിലേക്ക് എത്തുന്നതിടം വരെ ഞാൻ പഠിച്ചത് മാത്രം, ഒരു റൗണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വരെ, അതായത് സിലബസിൽ എഴുതിയിരിക്കുന്ന ഓരോ ടോപ്പിക്കും എന്താണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് മാത്രമേ റിവിഷൻ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊരു കാര്യം ഞാൻ വിചാരിക്കുന്നു. പിന്നെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ പഠിച്ചതിൻ്റെ റിവിഷൻ കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ മോഡൽ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും തപ്പി പോവുകയാണെങ്കിൽ പിന്നെ അതുവഴി അങ്ങ് പോകും, പിന്നെ അതിലെ ഓരോ വീഡിയോസൊക്കെ കാണാനൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് കേട്ടോ, പഠിച്ചത് മാത്രം റിവിഷൻ ചെയ്യുക, സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് മോഡൽ ക്വസ്റ്റ്യൻസ് 7th ഡേ റിവിഷനിൽ ആ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുകയുള്ളൂ. ആദ്യത്തെ റിവിഷനൊക്കെ 7th അല്ലെങ്കിൽ 21st ഡേയിലാണ് അത് നോക്കത്തുള്ളൂ. ആദ്യത്തെ റിവിഷനിൽ എന്തായാലും ഞാൻ പഠിച്ചത് മാത്രമാണ് പഠിച്ചത് പക്കയായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം.